ഹായ്, നമസ്കാരം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 4 പ്രധാനപ്പെട്ട എക്സാമുകളുടെ കൺഫർമേഷൻ ഡേറ്റും അതേപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഡേറ്റും അതിൻ്റെ ലേറ്റസ്റ്റ് സിലബസും ഒക്കെ വന്നിട്ടുണ്ട്. ഒന്ന് സയന്റിഫിക് ഓഫീസർ ബയോളജിയാണ്, 634/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള സയന്റിഫിക് ഓഫീസർ ബയോളജിയാണ്. അത് നവംബർ 12 എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 11 മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ കേസിൽ 636/2023 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിരിക്കുന്നതാണ്. നവംബർ 29 എക്സാം ഡേറ്റ്. 11 സെപ്റ്റംബറിന് മുമ്പായിട്ട് തന്നെ അതിന്റെയും കൺഫർമേഷൻ നിങ്ങൾ പ്രൊഫൈലിൽ കയറി നൽകേണ്ടതാണ്. സയന്റിഫിക് ഓഫീസറുടെ തന്നെ കെമിസ്ട്രി എക്സാമിന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. അത് 21 തീയതിയാണ്, നവംബർ 21 തീയതിയാണ് എക്സാം ഡേറ്റ്. അതിന്റെ കൺഫർമേഷനും കാറ്റഗറി 633/2023 എന്ന് പറയുന്ന ആ ഒരു എക്സാമിന്റെ കൺഫർമേഷനും നിങ്ങൾ സെപ്റ്റംബർ 11 മുമ്പായിട്ട് നൽകേണ്ടതായിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇതിനോടൊപ്പം 4ാമത്തെ ഒരു എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് പറയുന്നത് പ്രൊബേഷൻ ഓഫീസറാണ്. അത് ഈ പറയുന്ന പോലെ 19/11/2024 അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. 577/2023 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എക്സാം ആണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെയും കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം 11/9/2024 തന്നെയാണ് ആ ഒരു കൺഫർമേഷൻ നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. സയന്റിഫിക് അസിസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട സയന്റിഫിക് ഓഫീസറിന്റെ പ്രധാനപ്പെട്ട എക്സാമുകളായിട്ടുള്ള ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ സിലബസുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആ സിലബസുകളിൽ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ സിലബസുകളിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല, പഴയ സിലബസ് തന്നെയാണ്. ആ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് എൻട്രി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. ബയോളജിയിൽ ചെറിയ യൂണിറ്റുകളിലൊക്കെ ചേഞ്ച് വന്നിരിക്കുന്നു ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ ഭീകരമായ മാറ്റമൊന്നുമില്ല, ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളോട് പിന്നീട് നമ്മുടെ അധ്യാപകർ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മാത്രമല്ല ഈ എക്സാമുകളുടെയൊക്കെ ഇപ്പൊ പ്രൊബേഷൻ ഓഫീസറുടെ സിലബസിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വെച്ചുകൊണ്ട് തന്നെ 60 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സും എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ എല്ലാ എക്സാമുകളുടെയും ക്രാഷ് കോഴ്സുകൾ എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സുകളുടെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. വിത്ത് റിവിഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടെയായിരിക്കും ഈ 60 ദിവസത്തെ കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കേണ്ട സമയമാണ് ഇനി. കുറെ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരൊന്നും നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം സിലബസിൽ ഒരു തരത്തിലുള്ള മാറ്റവും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പഠനം കണ്ടിന്യൂ ചെയ്തു പോവുക. 60 ദിവസത്തോളം ഉള്ള ഒരു കോഴ്സിനകത്ത് ചേരുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഈ പറയുന്ന എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഉള്ള അവസരം ഇതുവരെ തുടങ്ങാത്തവർക്ക് മുമ്പിലും ഉണ്ട്. അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് എക്സാം ഡേറ്റുകൾ, കൺഫർമേഷൻ ഡേറ്റുകളൊക്കെ നോട്ട് ചെയ്യുക. ഈ 4 എക്സാംസ് എഴുതുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പ്രൊഫൈലിൽ കയറിയിട്ട് അവസാന ദിവസത്തേക്ക് വെക്കരുത്, കൺഫർമേഷൻ നൽകാനായിട്ട് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് കോഴ്സുകൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷന് സഹായിക്കും. ഏറ്റവും നല്ല കോഴ്സ് തന്നെയാണ് ഓരോ എക്സാമിനും വേണ്ടിയിട്ട് എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുക. റാങ്ക് ലിസ്റ്റിൽ 1ാമത് എത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. എൻട്രി നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവും. എല്ലാ ആശംസകളും. നന്ദി.